ഹലോ ഹായ് നമസ്കാരം. ഇതൊരു OTT റിവ്യൂ ആണ്. നമ്മൾ രണ്ട് രീതിയിലാണ് റിവ്യൂസ് ഇപ്പോൾ ചെയ്യാറുള്ളത്. ഒന്ന് തിയേറ്ററിൽ കാണുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നതെന്നുള്ളത്, രണ്ട് OTTയിൽ കാണുമ്പോൾ. ഈ സിനിമ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല. റിവോൾവർ റീത്ത എന്നാണ് സിനിമയുടെ പേര്. JK ചന്ദ്രു ആണ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. തിയേറ്ററിൽ വരുമ്പോൾ ഇതിൻ്റെ ട്രെയിലർ റിയാക്ഷൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. പക്ഷേ തിയേറ്ററിൽ കാണാൻ വേണ്ടി എനിക്ക് പറ്റിയില്ല. അതിനുശേഷം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലാണ് സിനിമ റിലീസായിട്ടുള്ളത്. ദിനേശ് ബി കൃഷ്ണനാണ് ഇതിൻ്റെ DOP ചെയ്തിട്ടുള്ളത്. പ്രവീൺ KL ആണ് എഡിറ്റർ. ഷോൺ റോൾഡനാണ് മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ളത്. കീർത്തി സുരേഷ്, രാധിക ശരത് കുമാർ, സുനിൽ, അജയ് ഘോഷ്, ജോൺ വിജയ്, റെഡിൻ കിങ്സ്ലി, അങ്ങനെ ഒരു വലിയ താരനിരയുമായിട്ട് വരുന്ന സിനിമയാണ്. ക്രൈം കോമഡി സെഗ്മെൻറ്റിൽ വരുന്ന പടമാണ്. ഞാൻ തമിഴാണ് കണ്ടത്. നെറ്റ്ഫ്ലിക്സിൽ നമുക്ക് ഭാഷ മാറ്റാൻ ഓപ്ഷൻ ഉണ്ടല്ലോ, പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. തമിഴിൽ തന്നെ അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിലാണ് കണ്ടത്. സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിലിരുന്നാണല്ലോ നമ്മൾ OTT പടങ്ങൾ കാണുക. അങ്ങനെ നോക്കുമ്പോൾ ജസ്റ്റ് ഒരു കാഷ്വൽ വാച്ചിന് വളരെ ഓക്കെ ആയിട്ടുള്ള സിനിമയാണ്. അവിടെ ഇവിടെ നമുക്ക് ചിരിക്കാനുള്ള കുറേ എലമെൻറ്റുകളുണ്ട്. ക്ലീഷേഴ്സ് ഉണ്ട്, പ്രെഡിക്റ്റബിൾ ആണ്, അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളൊന്നും തന്നെ സിനിമയിൽ സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ ഞെട്ടിക്കുന്ന ട്വിസ്റ്റുകൾ ഉണ്ടാവുന്നില്ല. എങ്കിൽ പോലും ഒരു കാഷ്വൽ വാച്ചിന് ദിസ് ഇസ് ഓക്കെ. നമുക്ക് അത്യാവശ്യം ചിരിച്ചുകൊണ്ട് ജോളി മൂഡിൽ കണ്ടിരിക്കാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് രാധിക ശരത് കുമാറാണ്. പുള്ളിക്കാരിയുടെ പെർഫോമൻസ്, ആ ക്യാരക്ടർ ആസറ്റ് നമ്മൾ തുടക്കം മുതലേ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അമ്മമാർ, ആൻറ്റിമാർ, നമ്മൾ കണ്ടിട്ടുള്ള ചില അബദ്ധങ്ങൾ, ചില ഡയലോഗുകൾ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ഫ്ലെക്സിബിളായിട്ട് അടിപൊളിയായിട്ട് പുള്ളിക്കാരി അത് കൈകാര്യം ചെയ്യുന്നതായിട്ട് തോന്നി. ആൻഡ് കീർത്തി സുരേഷാണ് ഈ സിനിമയിലെ നായിക. ഒരു ആർട്ടിഫിഷ്യൽ എലമെൻറ്റ് എവിടെയോ ഇല്ലേ, അവരിപ്പോൾ മിസ് ഇന്ത്യ സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോഴുള്ള ആ ഒരു സാധനത്തിൽ തന്നെയാണോ ഇപ്പോൾ നിൽക്കുന്നത് എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ ചെയ്തു. കുറേ കൂടി ഫ്ലെക്സിബിൾ ആവാമായിരുന്നു എന്ന് തോന്നി. മാത്രമല്ല അവർ പല സിറ്റുവേഷൻസും കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചും കൂടി എന്തോ എവിടെയോ മിസ് ചെയ്യുന്ന പോലെ, പക്ഷേ മോശമാക്കിയിട്ടില്ല. പുള്ളിക്കാരിയാണെങ്കിലും രാധിക ശരത് കുമാറിൻ്റെ ക്യാരക്ടറിൻ്റെ ബാക്കി രണ്ട് പെൺമക്കളും കൂടിയുണ്ട്. 3 പെൺമക്കളും ഒരു അമ്മയുള്ള വീട്ടിലേക്ക് ഒരു ഗുണ്ട അയാൾ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വരുന്നു തെറ്റിദ്ധാരണയുടെ പുറത്ത്. പക്ഷേ അവിടെ വെച്ച് ഇവരുടെ കൈകൊണ്ട് ഇയാൾ തട്ടിപ്പോവാണ്. ഇയാളെ കൊല്ലാൻ വേണ്ടി പുറത്തുനിന്നൊരു ടീം വന്നിരിപ്പുണ്ട്. ഇയാളുടെ മകൻ ഈ ആൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന് കാരണമാവുന്ന ആളെ കത്തിച്ച് കളയും എന്ന് പറയുന്ന പോലത്തെ കലിപ്പിൽ നിൽക്കുന്ന ഒരു മോനാണ്. ആ സിറ്റുവേഷനിൽ ഈ ഗുണ്ടയുടെ ബോഡിയും വെച്ച് ഇവരെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ സിനിമയിൽ കാണാം. ഞാൻ ഈ പറഞ്ഞതൊക്കെ ട്രെയിലർ കണ്ടാൽ ഊഹിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് സ്പോയിലർ ആണെന്ന് വിചാരിക്കേണ്ട. പിന്നീട് അങ്ങോട്ടാണ് സിനിമയിലെ പ്രധാന സംഭവങ്ങൾ തുടങ്ങുന്നത്. ഈ റെഡിൻ കിങ്സ്ലി അടക്കം സിനിമയിൽ വന്നു പോകുന്ന തമാശയ്ക്കായി ആഡ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം അവരൊക്കെ എങ്ങനെയാണോ മുൻ സിനിമകളിൽ പെർഫോം ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ഇതിൽ പെരുമാറുന്നത്. എനിക്കതിലൊരു ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ അത് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയാൻ അങ്ങനെ തോന്നിയിട്ടില്ല. മ്യൂസിക് രസമായിരുന്നു. ഈ സിനിമയെ അതിൻ്റെ ഒരു മൂഡിൽ അങ്ങനെ കൊണ്ടുപോകാമെന്ന് പറയില്ലേ, അതിൽ മ്യൂസിക്കിന് നല്ലൊരു പങ്കുണ്ട്. അതുപോലെ വിഷ്വൽസ്, ഒരു വീടും ബോഡിയും കുറച്ച് ആൾക്കാർ ഇവർ തന്നെ തിരിഞ്ഞും മറിഞ്ഞും വരികയാണ്. ഇത് ചേസിംഗ് ആണ് പരിപാടി. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് ബോറടിക്കാതെ, എന്നാൽ കാര്യങ്ങൾ കൺഫ്യൂസ്ഡ് ആവാതെ, വേണമെങ്കിൽ കൺഫ്യൂസ്ഡ് ആവാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാത്ത രീതിയിൽ ഇതിൻ്റെ വിഷ്വൽ പരിപാടികളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് വലിയൊരു പോസിറ്റീവ് ഘടകം വർക്കാവുന്ന ഹ്യൂമറാണ്. എന്ന് വെച്ചാൽ വളരെ ദുരന്തം അടിച്ച് ഒരാൾ തട്ടിപ്പോകുന്ന സമയത്ത് നമുക്ക് ചിരി വരിക എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു ഹ്യൂമർ പരിപാടിയൊക്കെയാണ്. അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വളരെ രസമായിട്ട് മുന്നോട്ട് പോകുന്നൊരു സിനിമയാണ്. ചുരുങ്ങിയ വാക്കുകളിൽ വീണ്ടും പറയുകയാണ്, ഇറ്റ്സ് എ കാഷ്വൽ വാച്ച്. വലിയ ഹൈ മൊമെൻറ്റ്സും ഭയങ്കര പരിപാടികളും ഒന്നും തരാതെ ഒരു കൊച്ചു പടം എന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഒരോളത്തിൽ അങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സിനിമ കണ്ടു നോക്കുക. ഓൾറെഡി സിനിമ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും ഉപകാരപ്പെട്ടാൽ പരിഗണിക്കുക.